ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലെ സമയം 5:45 6 മണി ആവാനായിട്ടുണ്ട്. 5:45 കഴിയുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾ മദ്രസ പോണ സമയം കേട്ടോ. 5:45 6 മണിക്ക് ഒരു ക്ലാസ് തുടങ്ങും. മനസ്സിലാവും. നല്ല മഴയായിരുന്നു കേട്ടോ രാത്രിയൊക്കെ. ഇപ്പോൾ രാവിലെ കുറച്ച് മഴ തോർന്നിട്ടുണ്ട്. ചില സമയങ്ങൾ 5:45 ആവുന്ന ടൈമിൽ അത്യാവശ്യം വെളിച്ചം വെച്ചിട്ടുണ്ടാവും. ഇന്ന് കുറച്ച് ഇരുട്ടുള്ള സമയം കേട്ടോ. ഞാൻ അവർ പോകുന്നവരെ നോക്കി നിന്നു. പിന്നെ അവരുടെ കൂടെ ഒപ്പമുള്ള വേറൊരു കുട്ടിയും ഇതേപോലെ നടന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ മദ്രസ വളരെ അടുത്താണ്. 5 മിനിറ്റ് പോലും ശരിക്കും നടക്കാൻ വേണ്ട ആവശ്യമില്ല. പിന്നെ ഒരുപാട് പേരുണ്ടാവും ഒന്നിച്ച് മദ്രസ പോകാൻ. പിന്നെ കുറേ പേര് മുന്നിൽ പോയിട്ടുണ്ട്. അവർ മദ്രസ പോയ ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ അവർ തിരിച്ചു വന്നു. അപ്പോൾ ഒന്നും വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നല്ലൊരു മഴയായിരുന്നു. അങ്ങനെ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയി. ഇനി ഉച്ചയ്ക്ക് വല്ലതും കഴിക്കണമെങ്കിൽ ചോറ് വെക്കണം. അതിനുള്ള വെള്ളം വെക്കണം. മഴ നോക്കിക്കൊണ്ടിരുന്നാൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുണ്ടാവില്ല. അങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ചു. ഇനി തിളച്ചിടാൻ കുറച്ച് സമയം എടുക്കും. ആ സമയത്ത് വീട്ടിൽ അകത്ത് അടിച്ച് വാരും തുടക്കുകയൊക്കെ ചെയ്യും. അപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ടാവും കേട്ടോ. ഇത് രാവിലെ ഉണ്ടാക്കിയ ബാക്കി വന്നതാണ് കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും. സാമ്പാർ ഉണ്ടാക്കിയ പിന്നെ രാവിലേക്കുള്ള കറിയാവും ഉച്ചക്കും കറിയാവും. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ലത് സാമ്പാറാണ്. അങ്ങനെ അരി എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടൊന്നുമില്ല. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. വെള്ളം ചൂടായി വരുന്നുണ്ട്. വെള്ളം തിളച്ചിട്ടില്ല. ഇനി തിളക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ചക്ക ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇന്നലെ ഞാൻ കട്ട് ചെയ്ത് ബാക്കി ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ബാക്കി കുറച്ചുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ചക്കക്കൂട്ടാൻ വെക്കാമെന്ന് വെച്ചിട്ടാണെന്ന്. ചിലർ ചക്കക്കൂട്ടാൻ വെക്കുമ്പോൾ അതിൻ്റെ ചുള മാത്രം എടുത്തിട്ട് വെക്കും. അങ്ങനെ വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ചക്കയുടെ മുകളിൽ തൊലി കളഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാതും എടുത്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യും തോരും, പിന്നെ മഴ പെയ്യും വീണ്ടും വെയിൽ വരും. അങ്ങനത്തെ കാലാവസ്ഥയാണ് ഇപ്പോൾ. ഞാൻ കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിൻ്റെ കുരുണ്ടെങ്കിൽ അത് മാറ്റിയ ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ താഴത്തുള്ള ഭാഗം ഞാനത് എടുക്കുന്നില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം പോലെ ഇതായിട്ടുണ്ട്. ചിലത് മാത്രം കേട്ടോ. അതൊക്കെ ഞാനത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ അരിയുന്നതിനിടയിൽ ചിലതിൻ്റെ വായിലേക്കും പോകും. പിന്നെ ചക്കക്കൂട്ടം പലരും പല രീതിയിൽ വെക്കുന്നുണ്ട് കേട്ടോ. ചിലവർ തേങ്ങ അരച്ച് വെക്കും, തേങ്ങ അരക്കാതെ വെക്കും. പിന്നെ ചിലർ മുളക് പൊടി ഇടാതെ വെക്കും. അങ്ങനെ പല വെറൈറ്റിയിൽ വെക്കും. പിന്നെ ചക്ക കൊണ്ട് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കും. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 4 മണിക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നുമില്ല. ചക്ക ഫ്രൈ അങ്ങനെ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. ചക്കക്കുരു ചുട്ട് തിന്നിരുന്നു പണ്ട്. പക്ഷേ ഇത് കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ അത് ചുടായിരുന്നു. നല്ല ടേസ്റ്റാണ് ചക്കക്കുരു ചുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും അൽഫാമും ഷവായ കഴിച്ചിപ്പോൾ ചക്കക്കൂട്ടാനൊക്കെ മറന്നു പോയവരാണ് പലരും. ഇതിൻ്റെ അത്ര ടേസ്റ്റൊന്നും അതൊന്നും ഒരിക്കലും കിട്ടില്ല. അത്ര നമ്മൾ നൊസ്റ്റാൾജിക് ആയിട്ടാണ്. അതുപോലെ ചക്കയുടെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചക്ക കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ചക്ക ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് ഒട്ടും ആവശ്യം ഉണ്ടാവില്ല. നിലത്ത് കൂടി ചീഞ്ഞ് പോകുമായിരിക്കും, ഒരുപാടുണ്ടാവും. ഇവിടെയൊക്കെ ചക്ക കഴിയാനായിട്ടും അതാണ് ഇപ്പോൾ ഒരു കൂട്ടാനൊക്കെ വെക്കാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത്. ഇനി ഉണ്ട് പ്ലാവിൽ 1 2 ഒക്കെ ഉണ്ട്. പക്ഷെ മുകളിലാണുള്ളത്. താഴെ ഉണ്ടായിരുന്ന ഒന്നാണിത്. അതിൻ്റെ ഇന്നലെ വെച്ചതിൻ്റെ ബാക്കിയാണ് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. പിന്നെ നമ്മൾ മൺചട്ടിയിൽ എന്ത് ഐറ്റം വെക്കുമ്പോഴും പ്രത്യേക ടേസ്റ്റാട്ടോ. അതെന്ത് നമുക്ക് നമ്മളെ മനസ്സിൽ തോന്നുന്ന ടേസ്റ്റാണോ ഒന്നും അറിയില്ല. അങ്ങനെ ടേസ്റ്റാണ് നമ്മൾ മനസ്സിനെ പഠിപ്പിച്ച് വെച്ചിരിക്കണോ ഒന്നും അറിയില്ല. പക്ഷേ മൺചട്ടിയിൽ വെക്കുമ്പോൾ ബീഫ് ആയിക്കോട്ടെ, അതുപോലെ ചക്ക ആയിക്കോട്ടെ, നമ്മൾ എന്ത് വെച്ചാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് തോന്നുന്നതാണെന്ന് അറിയില്ല. ശരിക്കും മണ്ണിൻ്റെയും എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ അങ്ങനെ ചക്ക അരിയിൽ കഴിഞ്ഞു. ഇനി അതിനകത്ത് കുറച്ച് കുരുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. 2 3 അതിലിട്ട് ബാക്കിയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ചക്കക്കൂട്ടാനിൽ കുറച്ച് കുരുവൊക്കെ കിടക്കുന്നത് ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചക്ക നേരക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പശ വിളഞ്ഞ് ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ട് വെള്ളം സോപ്പൊന്നും കഴുകിയാലൊന്നും പോവില്ല. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ആക്കി
എന്തെങ്കിലും ഒരു തുണി എടുത്തിട്ട് അത് നമ്മളെ കയ്യിലൊന്ന് ആക്കി കൊടുത്താൽ മതി, വേഗം പോവുകയും ചെയ്യും. സോപ്പ് കൊണ്ടൊക്കെ ഒന്നുകൂടി ഒട്ടിപ്പിടിക്കുകയുള്ളൂ. എന്താണ് നമ്മുടെ കൈ ക്ലീൻ ആയിട്ടുണ്ട്. ഈ സമയം നോക്കുമ്പോൾ തീ അണഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തീയും കത്തിക്കാൻ നോക്കട്ടെ. ഇതുപോലെ ഒന്ന് ഒരു പൈപ്പ് കൊണ്ട് നമ്മൾ ഊതി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ തീ കത്തിയിട്ടുണ്ട്, നല്ലപോലെ കത്തുന്നുണ്ട്, വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരി കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചക്ക കൂട്ടാൻ വേണ്ടി തേങ്ങ പൊളിക്കാൻ പോവാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മഴയൊക്കെ നിന്നു. അപ്പോൾ തേങ്ങ പൊളിക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് കറിവേപ്പില പറിച്ച് കൊണ്ടുപോകാം. നമ്മുടെ കൂട്ടാൻ കടുക് വറുക്കണമെങ്കിൽ കറിവേപ്പില വേണ്ടേ. അപ്പോൾ മഴ വരുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പില പറിച്ച് കൊണ്ടുപോകാം. അങ്ങനെ അരി മാറി ചോറായി വരുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ പൊളിക്കാം കേട്ടോ. തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാൽ പിന്നെ തേങ്ങ വെള്ളത്തിലുള്ള ആളുകൾ എത്തിക്കോളും. ഇനി നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. നമ്മൾ ചക്ക കൂട്ടാനൊക്കെ തേങ്ങ കേട്ടോ. അതൊക്കെ നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ആ പൊളിച്ചതിൽ ചെറുതാണ് എടുത്തിട്ടുള്ളത്, കാരണം കുറച്ച് കൂട്ടാനല്ലേ ഉള്ളൂ. ഇത് കണ്ടോ, തേങ്ങ ചിരകുന്നതിൻ്റെ ഇടയിൽ തേങ്ങ എടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ അരമുറിയും ചിരകി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ചെറിയ ജീരകം കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇട്ടോ. പച്ചമുളക് ഇല്ലെങ്കിൽ അരിമുളകാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അരിമുളക് മീൻസ് കാന്താരിമുളക്. പിന്നെ ചിലവർ ഇതിൽ ചെറിയുള്ളിയും ചേർക്കാറുണ്ട്. ഞാനിതിൽ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർക്കുന്നവരുണ്ട്. ഞാനിതിൽ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഒരു 2-3 വെളുത്തുള്ളി മതി, അധികമൊന്നും വേണ്ട. ഇത് കണ്ടത് മതി, ഇത്രയെണ്ണം ആവശ്യമില്ല. ശരിക്കും ഒരു 3-4 മതി. ഇനി അത് കഴുകിയെടുത്ത് ഇനി നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് കഴുകാൻ വേണ്ടി കുറച്ച് പച്ചവെള്ളം, സാധാ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അവിടെ പുക വരാണ്ടിട്ട് ചൂടുള്ളതെന്ന് കരുതണ്ട, അത് നമ്മുടെ അടുപ്പത്തെ ചോറിൻ്റെ പുകയാണ്. പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായി കഴുകിയെടുക്കുക. നമ്മൾ ഈ മൺകുടുക്കിയിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഏതിലാണ് വെക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കഴുകി ക്ലീൻ ചെയ്തെല്ലാം അത് ഇതിലിട്ടിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇതിലിട്ടാലുള്ളൂ നമുക്ക് ഇളക്കി കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. ഇനി നമുക്കിതൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചക്കയുടെ ഒപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളത്. നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. അധികമായാലും ടേസ്റ്റ് ഉണ്ടാവില്ല, കുറഞ്ഞു പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി അതിലേക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി, ഇത്ര ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുരുമുളക് പൊടി കുറച്ചധികം ചേർത്താൽ മതി. ഇത് കുരുമുളക് പൊടി. ഇതിൻ്റെ നമ്മൾ ചോറ് എന്തായി നോക്കിയപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി വെന്താൽ മതി. 5 മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി അവിടെ വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ വെച്ച തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും
കൂടി അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒരുപാട് ഒഴിച്ച് അത് അരച്ചെടുക്കരുത്, കാരണം ചക്കയിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കത് അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ അടുപ്പിൽ എന്തായി നോക്കട്ടെ. ഈ സമയത്ത് നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റാം. അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇനി നമ്മൾ ഏതാണോ ചോറ് ഊറ്റിയത് അത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കൊട്ടക്കയിൽ തള്ളക്കയിൽ. ഇതൊക്കെ പണ്ടുണ്ടായിരുന്ന ഞങ്ങൾ ഇങ്ങനെയാണ് പറയാറുള്ളത്. ഇനി പലയിടത്തും പല പേരൊന്നും അറിയില്ല. ഇപ്പോൾ ആരും ഇങ്ങനെ ചോറൊന്നും വെക്കാറില്ല. എല്ലാവരും റൈസ് കുക്കറിൽ ചോറ് വെക്കുന്നത് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ ഉള്ളവർ. ഇത് ഇങ്ങനെ വെക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല, എങ്കിലും മാക്സിമം എല്ലാവരും മാറിയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ വെള്ളം പോകാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ചിലവരിതിങ്ങനെ ഒന്നിച്ച് വാർത്ത് വെക്കാറുണ്ട്. എനിക്കങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല. ഇങ്ങനെ ആണെങ്കിൽ ശരിക്കും നല്ല ചോറ് തന്നെ ആയിരിക്കും, വെള്ളമൊന്നും ഉണ്ടാവില്ല ഒട്ടും. കാരണം നമ്മൾ അടുപ്പിലാണ് ഇത് വെക്കുന്നത്, അപ്പോൾ ഉള്ള വെള്ളം വറ്റും. ഇതുപോലെ പാത്രം ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഊറ്റിയെടുത്താൽ ബാക്കിയുള്ള ചോറും കൂടി നമുക്ക് കിട്ടും. ഇനി നമുക്ക് കഞ്ഞിവെള്ളം മാറ്റാൻ വേണ്ടി വേറെ പാത്രം ഉണ്ട്, അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നാൽ പിന്നെ നമ്മൾ ചോറ് വെച്ചിട്ടുള്ള കലം നന്നായി കഴുകിയെടുക്കുകയും ചെയ്യാം. ഇനി കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ആക്കി ബാക്കിയുള്ള ചോറും കൂടി കിട്ടും. അപ്പോൾ ഒന്നും കളയേണ്ട ആവശ്യമില്ല. കഞ്ഞിവെള്ളം മുഴുവൻ കുടിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, കളയുന്നവർക്ക് ഈ ചോറും കളയേണ്ടി വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് ചോറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോറും കഞ്ഞിവെള്ളമൊക്കെ വേറെ വേറെ പാത്രത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഈ ചോറ് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് നമ്മുടെ ചക്ക വെക്കാം അടുപ്പിലേക്ക്. അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ മഞ്ഞപ്പൊടി നേരത്തെ തന്നെ ഓർമ്മ ഉണ്ടാവും കരുതുന്നു. കണ്ടിട്ടുള്ളവർക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് മാത്രമേ ഉള്ളൂ. കുരുമുളക് പൊടി ഇട്ടിട്ടോ അത് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇന്നലെ ഉണ്ടാക്കിയിരുന്ന എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഇന്നലെ ഞാൻ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയിരുന്നു. ഇതിൻ്റെ റെസിപ്പി കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അത് നമുക്ക് കുപ്പിയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത് ആ ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുന്നു. അത് കുപ്പിയിലേക്ക് മാറ്റുക. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. അതുപോലെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ എല്ലാ വീഡിയോസും ചാനലിൽ പോയി നിങ്ങൾ ചെക്ക് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ കാണണം കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഒരു കേടും വരില്ല. ഫ്രിഡ്ജിലാണെങ്കിൽ ഒട്ടും വരില്ല. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും പെട്ടെന്ന്. കാരണം തീ ഒരുപാട് കത്താണെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതൊന്നും ആയിട്ടില്ല. ഇളക്കി വീണ്ടും അടച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്നു. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 ഭാഗം ആയിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കാം കേട്ടോ. കാരണം ഒന്നും കൂടി ആയാലേ ചക്ക വെന്തില്ലെങ്കിൽ ഇങ്ങനെ കടിക്കുന്ന പോലെ തോന്നും. അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായി വെന്ത് തുടയണം, എങ്കിലേ ഉള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഏകദേശം കറക്റ്റ് പാകമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ നന്നായി ഇളക്കി, അടിയൊന്നും പിടിച്ചിട്ടില്ല. ഇത് നമ്മളുടെ തേങ്ങ കേട്ടോ. തേങ്ങയും ചെറിയ ജീരകവും നമ്മൾ പച്ചമുളക് ഉണ്ടായിരുന്നില്ല, അത് അരച്ചെടുത്തതാണ്. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ബാക്കി എല്ലാതും കൂടി അരച്ചത് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കി ജസ്റ്റ് ഒരു തിള വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിലൊന്ന് പിടിക്കണം അതൊന്ന്. അങ്ങനെ നന്നായി തിളച്ചിട്ടുണ്ട്. ഒരുപാട് സമയം താവേണ്ട ആവശ്യമില്ല, കുറച്ച് സമയം. മൺചട്ടി ആകുമ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചൂട് പോവുകയില്ല കേട്ടോ. അത് നമ്മൾ മാറ്റി കഴിഞ്ഞാലും വീണ്ടും തിളച്ച് കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അത് തിളക്കുന്ന സൗണ്ട് ശരിക്കത് മൺചട്ടി എന്നുകൊണ്ടാണ് അങ്ങനെ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ മസ്റ്റാണ്. വെളിച്ചെണ്ണയും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയ ശേഷം പിന്നെ നമ്മൾ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ.
കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ കുറച്ച് അധികമായി വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കടുകൊന്നും. കാരണം നമ്മൾ ഈ കൂട്ടാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ളത് കടുക് വറുത്താലും മതി. ഇത് മുഴുവനായിട്ട് ഇട്ടിട്ട് എല്ലാതും കൂടി ഇളക്കാന്ന് വെച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ ചക്കക്കൂട്ട റെഡി ആയിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ എണ്ണയും ആ കടുകും കറിവേപ്പിലേക്ക് ഒന്ന് അതിലാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ, എങ്കിലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ കഞ്ഞിയും ചക്കക്കൂട്ടാനും നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് കടുക് വറുക്കുമ്പോൾ ഭയങ്കര സ്മെല്ല് കേട്ടോ. അങ്ങനെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കിത് മാറ്റി വെച്ച ശേഷം കഴിച്ചാൽ മതി, എങ്കിലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ അടുപ്പിലേക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചോറ് വെച്ചിരുന്നില്ലേ, ആ കറിയാൻ കഴുകി അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിൽ വെള്ളം കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, കുടിക്കാൻ ഉപയോഗിക്കാം. ഇന്ന് നമുക്ക് ചോറല്ല കേട്ടോ, നല്ല ചൂട് കഞ്ഞിയും ചക്കക്കൂട്ടാനും കഴിക്കാം. പുറത്ത് നല്ല മഴയും നല്ല ചൂട് കഞ്ഞി, നല്ല ചൂട് ചക്കക്കൂട്ടാനും. ആഹാ, എന്താ ടേസ്റ്റ്! ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കൊണ്ടോ, നമ്മുടെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.